ഞാൻ ഒരു ഹോസ്റ്റലിൽ താമസിക്കുകയായിരുന്നു. പഴയ കെട്ടിടം. എല്ലാവരും പറയും അവിടെ എന്തോ ഉണ്ടെന്ന്. പക്ഷേ ഞാൻ വിശ്വസിച്ചില്ല. ഒരു രാത്രി 10 മണിയോടെയാണ് കാര്യങ്ങൾ തുടങ്ങിയത്. ഞാൻ മാത്രമാണ് റൂമിൽ. പഠിക്കാൻ ഇരിക്കുവായിരുന്നു. പെട്ടെന്ന് ബാത്റൂമിൽ നിന്ന് വെള്ളം ഒലിക്കുന്ന ശബ്ദം. ഞാൻ പോയി നോക്കി. ടാപ്പ് ഓഫാണ്. തിരിച്ചു വന്നപ്പോൾ ഒരു തണുപ്പ്. AC ഇല്ലാത്ത മെയ് മാസത്തിൽ. എന്റെ ശരീരം മരവിച്ചു. എന്നിട്ട് മൂലയിൽ നിന്ന് ഒരു നിഴൽ. വെളുത്ത സാരിയിൽ ഒരു സ്ത്രീ. മുടി തലയിൽ വിരിച്ചു. പക്ഷെ മുഖം കാണാൻ പറ്റുന്നില്ല, ഇരുട്ടാണ് അവിടെ. എന്താണ് നിനക്ക് വേണ്ടത്? ഞാൻ വിറച്ച് ചോദിച്ചു. അവൾ എന്റെ അടുത്തുവന്നു. സാവധാനം, സാവധാനം. കാലുകൾ തറയിൽ തൊടുന്നില്ല, അവൾ പൊങ്ങി നടക്കുകയാണ്. അവൾ തല പതിയെ ഉയർത്തി. മുഖം കണ്ടപ്പോൾ എനിക്ക് നിലവിളിക്കാൻ പോലും പറ്റിയില്ല. കണ്ണുകൾ ഇല്ല, 2 കറുത്ത കുഴികൾ മാത്രം. വായിൽ നിന്ന് രക്തം ഒഴുകുന്നു. അവൾ ഞെരുക്കിയ ശബ്ദത്തിൽ പറഞ്ഞു, ഇതെന്റെ മുറിയാണ്. ഞാൻ വാതിലിന്റെ അടുത്ത് ഓടി. പക്ഷെ വാതിൽ തുറക്കുന്നില്ല. പിന്നിൽ അവളുടെ തണുത്ത കൈ എന്റെ കഴുത്തിൽ. നീയും ഇവിടെ തന്നെ നിൽക്കും. അവൾ മന്ത്രിച്ചു. പെട്ടെന്ന് ലൈറ്റ് ഓണായി. ജോൺ വാതിൽ തുറന്നു. എന്താടാ നിലവിളി? അവൻ ചോദിച്ചു. ഞാൻ നോക്കി. ആരുമില്ല. എന്നാൽ എന്റെ കഴുത്തിൽ നീലവരകൾ. വിരലടയാളങ്ങൾ. അന്ന് രാത്രി ഞാൻ ആ ഹോസ്റ്റൽ വിട്ടു. ഇന്നും ആ കണ്ണുകളും ശബ്ദവും എന്നെ വിട്ടിട്ടില്ല.